ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണു. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ബീഫ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകിയിട്ട് ഇവിടെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 കപ്പോളം ഉണ്ട്. ഇവിടെ ഒരു 1/4 കപ്പ് മല്ലിയില, 1 ടേബിൾ സ്പൂൺ പുതിന ഇലയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മസാലപ്പൊടി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 4 ഉണക്കമുളക് എല്ലാം കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് വറുത്തൊരു നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ തരിയോട് കൂടിയിട്ട് ഇതുപോലെ പൊടിച്ചെടുത്താൽ മതിയാവും. ഇനി ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. അതിനായിട്ട് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, പുതിനയുടെ ഇല ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലപ്പൊടിയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 2 ബീഫ് സ്റ്റോക്ക് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് പട്ട, 1/2 ടീസ്പൂൺ കുരുമുളക്, 5 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിയ ബോൺലെസ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലോട് കൂടി എടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, കാരണം നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം സ്മെല്ലില്ലാത്ത ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു മിനിമം അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനി ഇതിലേക്കുള്ള റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി റൈസ് ആണ്. 4 കപ്പാണ് എടുത്തിട്ടുള്ളത്. മന്തി റൈസ് എന്നൊക്കെ പറഞ്ഞ നാട്ടിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂർ സോക്ക് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് പ്രഷർ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് സിമ്മാക്കി വെക്കാം. ബീഫ് അനുസരിച്ചിട്ട് അതിൻ്റെ കുക്കിംഗ് ടൈമും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഈ സമയം കൊണ്ട് ഇതിലേക്കുള്ള റൈസ് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ വലിയൊരു പോട്ടിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. 1 കപ്പ് അരിക്ക് 5 കപ്പെങ്കിലും വെള്ളം വെക്കണം. ഞാനിവിടെ ടോട്ടൽ എടുത്തിട്ടുള്ളത് 4 കപ്പാണ്. അതുകൊണ്ട് ഇവിടെ ഒരു 20 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയൊരു പീസ് പട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ബീഫ് സ്റ്റോക്ക് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അത്ര ഹെൽത്തി ഒന്നുമല്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. 2 ഉണക്ക നാരങ്ങ ചെറുതായിട്ട് ഇതിലൊരു കട്ടിട്ടിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അരി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് മൂടി വയ്ക്കാതെ ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന അരി അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈം വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ അരിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കളയാം. ബീഫ് വേവിക്കാൻ വെച്ചിരുന്ന കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ബീഫൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലുള്ള ബീഫ് മാത്രം ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഈ ബീഫിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലപ്പൊടിയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് നിരത്തി വെച്ച് കൊടുക്കാം. 2 സൈഡും ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരെ ഏകദേശം ഒരു 2 മിനിറ്റ് ഒക്കെ മതി. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഈ ബീഫ് കുക്കായതാണ്. ഇപ്പോൾ ഇവിടെ ബീഫൊക്കെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ദം ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് ഞാൻ വലിയൊരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബീഫിൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ റൈസ് ഇട്ട് കൊടുക്കാം. ബീഫ് കുക്ക് ചെയ്യാൻ എടുക്കുന്ന കുക്കർ അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ദം ചെയ്തെടുക്കാം കേട്ടോ. വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പോട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് മുകളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് നിരത്തി വെച്ചു കൊടുക്കാം. ഒരു 5-6 പച്ചമുളക് ഇതുപോലെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇറക്കി വെച്ചു കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു ബൗൾ ഇറക്കി വെച്ച് കൊടുക്കാം. ചൂടാക്കിയ ചാർക്കോൾ ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ മൂടി വയ്ക്കാം. ഒരു 4-5 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഒന്ന് ദം ചെയ്തെടുക്കാം. ഈ സ്മോക്കി ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇതുപോലെ ചാർക്കോൾ ഇട്ടിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഈ ബൗൾ എടുത്ത് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ ബീഫ് ഒന്ന് മാറ്റണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഫ് ഒരു ഭാഗത്തേക്ക് മാറ്റി അടിയിൽ നിന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. താഴെ ഗ്രേവി കിടക്കുന്നുണ്ട്. അതും റൈസും തമ്മിൽ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടി നല്ലത് നമ്മൾ ബീഫ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് തന്നെയാണ്. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തെടുക്കണേ. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് റൈസിന് മുകളിലായിട്ട് ഈ ബീഫ് നിരത്തി വെച്ച് കൊടുത്താൽ മതി. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.